അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഞങ്ങൾക്ക് ഇന്ന് എന്ത് വേണോ ഞങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തോടും ജനങ്ങളോടും കടപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഈ നഗരം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ടുള്ള ജീവിതം കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ മറ്റ് പ്രകോപിതരാവാതെ നിയമവഴി കൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്, ഈ ദീപുവിനായി എതിരെ കേസെടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണം. ഞങ്ങൾ ഇന്ന് രാവിലെ ബിനു ACയുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബിനു ഈ കേസിലൊന്നും പ്രതിയല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരനാണ്. അയാൾ പ്രതിയല്ലാത്ത ആളിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചതിന് ഈ ദീപുവിനെതിരെ മറ്റ് പോലീസുകാർക്കെതിരെയും FIR എടുത്ത് കേസെടുക്കണം. ഈ ബിബിൻ എന്ന് പറയുന്ന ഈ ഗുണ്ട ഇയാളെ മാറ്റി നിർത്തണം. ഇപ്പോൾ പോലീസിൻ്റെ കമ്മീഷണർ പറയുന്നവർക്ക് മാറ്റി നിർത്താനുള്ള അധികാരമില്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ആരായാലും ചെയ്യുന്നത്. ഇനി ഈ CI ഈ SHO ഈ ബിബിൻ അവിടെ ജോലിക്ക് തുറന്നാൽ വളരെ കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അയാൾ നടത്തും. ജനങ്ങൾക്ക് സമാധാനമില്ലായ്മയുണ്ടാക്കി നിഷ്ഠൂരമായ സംഭവങ്ങൾക്ക് ജനങ്ങൾ സാക്ഷിയാകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണ്. ഈ CA അത് ഈ SHO ബിബിനെ അവിടെ ഇരുത്തി പൊറപ്പിക്കാൻ പറ്റില്ല. അയാളെ ഒന്നുകിൽ അയാളൊന്ന് മാറ്റി വേറെ എവിടെ ആക്കണം, അല്ലെങ്കിൽ ലീവ് എടുത്ത് പോകാൻ പറയണം. ഇത് രണ്ട് കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം വന്ന് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാമെന്ന് ഉറപ്പ് തന്നു. പക്ഷേ ഇന്ന് ഉച്ചവരെ ഞങ്ങൾ നോക്കി. ഉച്ചവരെ നോക്കിയ സമയത്ത് ഇത് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം CPMൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന റഹീം പറഞ്ഞിരിക്കുന്നു, BJP ഇവിടെ നാടിന് സമാധാനം അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു. റഹീം ആദ്യം സമാധാന അന്തരീക്ഷം കൊടുത്താൽ മതി. റഹീമിൻ്റെ പാർട്ടി ഈ സംസ്ഥാനത്തും ഈ തിരുവനന്തപുരത്തും സമാധാനം കൊടുക്കാൻ അവർ തയ്യാറാകട്ടെ. BJP പ്രവർത്തകനെ ഈ ബിനുവിനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും ഞങ്ങൾ സമാധാനമാണ്, ഇന്നിപ്പോൾ സമാധാനമാണ് തിരുവനന്തപുരത്തുള്ളത്. ഞങ്ങളുടെ പക്വതയുള്ള തീരുമാനമാണ്, പക്വതയുള്ള നേതൃത്വമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ള കാര്യം ഇന്ന് ഉച്ചവരെ കമ്മീഷണർ ഭാഗത്തുനിന്ന് ഒരു നടപടിക്രമങ്ങളും വന്നിട്ടില്ല. നാട്ടിൽ സമാധാനം വരണം, സംഘർഷമുണ്ടാകാൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ, നടപടികൾ കൃത്യമായി എടുക്കണം എന്ന് ഞങ്ങൾ വീണ്ടും പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് BJPയുടെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വനിതകളുടെ സ്റ്റേഷൻ മാർച്ച് ഇന്ന് 4 മണിക്ക് ഉണ്ട്. വനിതകളുടെ മഹിളാ മാർച്ച് കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മഹിളകളുടെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ട് വൈകുന്നേരം 4 മണിക്ക്. നാളെ വൈകുന്നേരം 3:30 മണിക്ക് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക്, സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്ക്. ഈ 2 സമര പരിപാടികളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊണ്ടൊന്നും ഈ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ആവശ്യം നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനേക്കാളും ശക്തമായിട്ടുള്ള നിയമപരമായിട്ടും മറ്റ് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനുവേണ്ടി പോലീസ് സഹകരിച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ സമാധാനം എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. സഹകരിച്ചില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് BJPയും NDAയും മുന്നോട്ട് പോകും. ഞങ്ങൾ DGPയെ കാണുന്നുണ്ട്. ഇന്നലെ DGP സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. കമ്മീഷണർ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒന്നുകിൽ കമ്മീഷണർ ഇന്ന് തന്നെ ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ നാളെ കമ്മീഷണർ ഓഫീസിലേക്കുള്ള ബഹുജന മാർച്ച് കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം വീണ്ടും ഈ സ്ഥിതി തന്നെ പോലീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വിപിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ FIR എടുക്കാൻ ഇവർ മടിച്ചു നിന്നാൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. നാളെ വൈകുന്നേരത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇരുന്നിട്ട് നമ്മൾ നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും.